എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെക്ക് ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. ഇന്നത്തെ വിശേഷത്തെ കാണിച്ചിരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാധികാമ്മ വരുണിന്റെ അടുത്ത് എത്തുന്നുണ്ട്. അപ്പം വരുണ് രാധികാമ്മനെ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ദേഷ്യമായിരുന്നു. അമ്മ എന്ത് പരിപാടി ചെയ്തേ, അമ്മ എന്തിനാ എന്റെ കർണത്തടിച്ച് എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടേന്ന് ചോദിക്കുകയാണ്. രാധികാമ്മ പറഞ്ഞു, എടാ നീ എന്നെ ഇത്ര മന്ദബുദ്ധിയായി പോയ, ആ സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഗോവിന്ദൻ നിന്നെ അടിച്ചിറക്കിയാനാ. അങ്ങനെ ഗോവിന്ദ അടിച്ചിറക്കിയിട്ടുണ്ടെങ്കിൽ നിനക്കൊരു പിന്നീട് ഒരിക്കലും നിനക്ക് ആ അറക്കൽ കുടുംബത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് നിന്നെ ഞാൻ തന്ത്രപൂർവ്വം രക്ഷിക്കുകയല്ലേ ചെയ്തേ. ആ കരൺ നായക്കിന്റെ അക്കൗണ്ടിലേക്ക് ആ പണം ചെന്നേന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് അതിനെക്കുറിച്ച് അന്വേഷിക്കും. അത് അന്വേഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പറഞ്ഞേ, നിന്റെ അതൊരു ഫേക്ക് അക്കൗണ്ടാ, അതുകൊണ്ട് അതിനകത്തേക്കാ നീ പൈസ അടിച്ചു മാറ്റി ഇട്ടേന്നൊക്കെ. ഇല്ലെങ്കിൽ നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നുള്ളത്. പിന്നെ നമ്മൾ രണ്ടുപേരും വെളിയിലാ പോകുന്ന സത്യങ്ങളൊക്കെ അറിഞ്ഞായിരുന്നു പറയണം. അതുകൊണ്ട് നിനക്ക് വേണ്ടി ഞാൻ അത്രയൊക്കെ ചെയ്തു തന്നില്ലേ. അല്ലെങ്കിലും നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഇതിപ്പോൾ എന്നെ തന്നെ പറഞ്ഞാൽ മതി. നിന്നോട് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടാ കമ്പനിയെ ചതിക്കുന്ന ഒരു കാര്യങ്ങളും ചെയ്യരുത്, അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ലെന്ന്. ഈ സമയത്ത് വരുമ്പോഴഞ്ഞു, അമ്മ അതൊക്കെ അങ്ങനെ പറ്റിപ്പോയി, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. എനിക്ക് എങ്ങനെയും ആ വീട്ടിൽ കയറിയേ പറ്റുള്ളൂ പറയണം. അതോർത്ത് നീ വിഷമിക്കണ്ട, അതിനുള്ള ഒരു പൊടി കൈയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് പറയാം. അമ്മ എന്ത് ചെയ്തെന്നാ, അത് രേഖയെ വെച്ച് അതിനൊരു കളി കളിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുമെന്ന് പറയണം. രേഖയെ വെച്ചോ, അവളെ വെച്ചിട്ട് എന്ത് കളി കളിക്കാനായിട്ടാ? എടാ ഞാൻ ഗോവിന്ദനോട് പറഞ്ഞിട്ടാ വന്നേക്കുന്നേ, വരുൺ അവിടെ ഇല്ലെങ്കിൽ രേഖനെ ഒരു നിമിഷം പോലും അവിടെ നിർത്തണ്ട, വരുണിനോടൊപ്പം രേഖ ജീവിക്കേണ്ടെന്നുള്ളത്. അപ്പം എന്താണെങ്കിലും ഗീതുവിനോട് ഇതിനെക്കുറിച്ച് പോയി സംസാരിച്ച് കഴിഞ്ഞിട്ട് ഗോവിന്ദ് ഒരു തീരുമാനം എടുക്കും. ഉറപ്പാ നിന്നെ ആ വീട്ടിലേക്ക് തിരിച്ചു വിളിക്കും. അല്ലെങ്കിലും അതേ കാലമൊന്നും നിന്നെ പുറത്തു നിർത്താനായിട്ട് ഗോവിന്ദിന് കഴിയില്ല എന്ന് പറയണം. ഇതൊക്കെ നടന്നാൽ മതിയായിരുന്നു പറയാണ്. അമ്മ ഇതൊക്കെ വല്ലതും നടക്കുമോ, എനിക്ക് അത്ര വിശ്വാസം പോരാത്ത ഞാൻ ഗീതു അവിടെ ഉള്ളിടത്തോളം കാലം ഒന്നും നടക്കാൻ തോന്നില്ല. അവളല്ല എല്ലാത്തിനും കാരണം, അവളെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് പറയണം. രാധികാമ്മ വെച്ച്, നീ എന്ത് ചെയ്യാനാ പരിപാടി? അതൊക്കെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയാം, ഇനിയിപ്പം ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല, ഞാൻ ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് എല്ലാവരും അറിഞ്ഞാൽ മതിയെന്ന് പറയണം. രാധികാമ്മ നീ കൂടുതൽ ഊരാക്കുടിക്കലേക്ക് പോയി ചാടല്ല, അറിയാലോ. എന്ത് ചെയ്താലും എപ്പോഴും ഒരു ബോധം വേണം. അവനവന് പിടി വീഴുന്ന ഒരു കാര്യങ്ങൾ പോലും ചെയ്യരുത്. പിന്നെ ആ സുവർണേനെ കൂട്ടുപിടിച്ച് ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അവളെ കൂട്ടുപിടിച്ച് എന്ത് കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലോ അതൊക്കെ തകർന്ന് തരിപ്പണമായിട്ടുള്ളതെന്ന് പറയണം. അമ്മ ടെൻഷനൊന്നും അടിക്കേണ്ടതെന്ന് പറയണം. പിന്നീട് രാധികാമ്മ നേരെ വീട്ടിലേക്ക് പോരുവാണ്. ഈ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോവിന്ദനെ വിജയലക്ഷ്മി വിളിക്കുന്നുണ്ട്. വിജയലക്ഷ്മി വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് നിന്നെ ഒന്ന് കാണണമെന്ന് പറയാം. ഗോവിന്ദ് പറഞ്ഞു, എനിക്ക് നിങ്ങളെ കാണുവാൻ വേണ്ടെന്ന് സംസാരിക്കാൻ വേണ്ടെന്ന് പറയണം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാളെ, നീ വന്നേ മതിയാവുള്ളൂ പറയാണ്. അവസാനം ഗോവിന്ദ് വിജയലക്ഷ്മിനെ കാണാനായിട്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഗോവിന്ദൻ്റെ മനസ്സാകപ്പാടെ തിളച്ചു മറിഞ്ഞാൽ നിൽക്കുന്നത്. ചെന്ന് ഉടനെ വിജയലക്ഷ്മിനെ കണ്ട ഉടനെ ചോദിച്ചു, അല്ല അമ്മയ്ക്ക് എന്താ എന്നോട് പറയാനുണ്ടെന്ന് പറഞ്ഞേ, എന്താന്ന് പറ. സോറി അമ്മയ്ക്കെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് എന്താ എന്നോട് പറയാനുള്ളത്, എന്താണെങ്കിലും പെട്ടെന്ന് പറയാം, എനിക്ക് ഇച്ചിരി തിരക്കുണ്ടെന്ന് പറയാം. അത് ഞാൻ പറയാനുള്ള കാര്യം കേൾക്കാനുള്ള മനസ്സ് പോലും ഇല്ല ഗോവിന്ദൻ നിനക്കെന്ന് ചോദിക്കുകയാണ്. എനിക്ക് നിങ്ങളോട് അധികം സംസാരിക്കാനും ഇല്ല, നിങ്ങൾ പറയുന്ന കേൾക്കാനും താല്പര്യമില്ല. പിന്നെ നിങ്ങൾ വിളിച്ചതിൻ്റെ ഒരു മര്യാദയുടെ പേര് ഞാൻ ഇങ്ങോട്ട് വന്നെന്നുള്ളെന്ന് പറയണം. എന്നെ മനസ്സിലാക്കുന്നൊരു നിമിഷം വരും ഗോവിന്ദ, നീ അന്ന് നീ എന്നെ മനസ്സിലാക്കും. പക്ഷേ ഇപ്പം നീ നിന്റെ രാധികാമ്മ പറയുന്നത് മാത്രം അനുസരിച്ചാൽ മതി പറയാം. അതെ എൻ്റെ അമ്മേനെക്കുറിച്ച് പറഞ്ഞാണ്ടല്ലോ, നിങ്ങൾ ഇട്ടെറിഞ്ഞ് പോയ സമയത്ത് എനിക്ക് എൻ്റെ രാധികാമ്മ ഉണ്ടായിരുന്നുള്ളൂ തുണയായിട്ട്, അറിയാലോ. ആ അമ്മേനെ ഒരിക്കലും ഞാൻ തള്ളിക്കളയില്ല, ആ അമ്മേനെ ഒരിക്കലും വീട്ടിൽ നിന്ന് ഇറക്കി വിടാനും പോകുന്നില്ല. അതോർത്ത് ഇനി നിങ്ങൾ മഞ്ഞു കൊള്ളേണ്ടത് പറയണം. ഞാൻ വന്ന് രഞ്ജുവിനെക്കുറിച്ച് സംസാരിക്കാനെന്ന് പറയും. രഞ്ജുവിനെക്കുറിച്ചോ? അവളെക്കുറിച്ച് എന്താ സംസാരിക്കാനുള്ളത്? അവളെ എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിൽ നിന്ന് പുറത്താക്കണമെന്ന് പറയാം. അവൾ അവിടെ നിൽക്കുന്ന ഓരോ നിമിഷം സേഫ് അല്ലെന്ന് പറയണം. ഓഹോ, ഇത് പറയാനായിട്ടാണ് നിങ്ങൾ വിളിച്ചത്? അത് നടക്കാൻ പോകുന്ന കാര്യമല്ല. നിങ്ങൾ ഇനിയിപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, ഞാൻ രഞ്ജുവിനെ വീട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് പറയാണ്. അവളെൻ്റെ പെങ്ങളാന്ന് പറയാണ്. ഓ അങ്ങനെയാണ് കാര്യങ്ങൾ. അല്ല പെങ്ങളാന്ന് ഞാൻ പറഞ്ഞുള്ള അറിവല്ലേ ഉള്ളൂ, ഞാൻ പറയാതെ അവൾ എൻ്റെ മോളല്ല എന്ന് പറഞ്ഞാലോ? അപ്പം പിന്നെ എങ്ങനെ നിന്നെ പെങ്ങളാവെന്ന് ചോദിക്കണം. ഒരു നിമിഷം ഗോവിന്ദൻ ഞെട്ടിപ്പോയി. ഗോവിന്ദന് ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമായിരുന്നല്ലത്. എന്താ നിങ്ങൾ പറയണേന്ന് ചോദിക്കുകയാണ്. അല്ല ഞാനിങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതിനെ എതിർക്കുമെന്ന് ചോദിക്കുകയാണ്. അല്ല നിങ്ങൾ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, നിങ്ങൾ പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. നിങ്ങളാ പറഞ്ഞ് നിങ്ങളുടെ പെങ്ങളല്ല സോറി നിങ്ങളുടെ മകളാന്നും പറഞ്ഞ് രഞ്ജുവിനെ വെച്ചോണ്ടിരുന്നേ. ഇപ്പം നിങ്ങൾ തന്നെ പറയുന്നു അവൾ നിങ്ങളുടെ മോളല്ലെന്ന്. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, സത്യത്തിൽ അവർ ആരുടെ മോളാ? നിങ്ങളുടെ മോളല്ലെങ്കിൽ പിന്നെ അവളുടെ അച്ഛനാരാ? അതിനെക്കുറിച്ചൊക്കെ എനിക്ക് അറിഞ്ഞേ പറ്റുള്ളൂ. നിങ്ങളൊരാളുടെ കൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞു, പക്ഷെ ആരുടെ കൂടെ എന്താണെന്നും അറിയത്തില്ലായിരുന്നു. പിന്നീട് കേൾക്കും നിങ്ങൾക്കൊരു മോളുണ്ടെന്ന്. പെങ്ങളാന്നും പറഞ്ഞ് അവള് ഇങ്ങോട്ട് കടന്നു വന്നത്. അവള് നിങ്ങളുടെ മോളല്ലെങ്കിൽ പിന്നെ അവൾ ആരാ? അതിനെക്കുറിച്ചുള്ള സത്യം എനിക്ക് അറിയണമെന്ന് പറയണം. ഒരു നിമിഷം വിജയലക്ഷ്മി ഒന്ന് ഞെട്ടി. വിജയലക്ഷ്മി പറഞ്ഞു, അതൊന്നും നീ അറിയാനുള്ള സമയമായിട്ടില്ല, അതിനുള്ള സമയമാകുമ്പം നിന്നോട് അതൊക്കെ ഞാൻ പറയാമെന്ന് പറയണം. അല്ലേലും നിങ്ങൾക്ക്
ഇത് ഒന്നിനും സമയമായിട്ടില്ലെന്ന് എനിക്കറിയാം. ഒരു കള്ളക്കഥ ഉണ്ടാക്കി പറയാനായിട്ട് ഇനി കുറെ സമയം വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞ് ഇനിയിപ്പോൾ ബുദ്ധിമുട്ടണ്ട. എനിക്ക് നിങ്ങളുടെ കള്ളക്കഥകൾ കേൾക്കാൻ താല്പര്യമില്ല. എനിക്ക് സമയമില്ലെന്ന് പറഞ്ഞ് ഗോവിന്ദൻ അങ്ങോട്ട് പോവാണ്. ഗോവിന്ദൻ ഞാൻ പറയുന്ന ഒന്ന് കേട്ടിട്ട് പോ, എനിക്കിനി ഒന്നും കേൾക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കി പോകാന്ന് പറഞ്ഞിട്ട് ഗോവിന്ദ് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് കയറി പോവാണ്. വിജയലക്ഷ്മിക്ക് ആ പാടെ സങ്കടമായിപ്പോയി. താൻ എന്തൊക്കെ പറഞ്ഞിട്ടും ഗോവിന്ദന്റെ മനസ്സ് മാറുന്നില്ലോ. അവന് ഇപ്പോഴും തന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക. എല്ലാം ഒരു ദിവസം ശരിയാകും, അങ്ങനെ ഒരു ചിന്ത വിജയലക്ഷ്മിയുടെ ഉള്ളിലുണ്ടാകുന്നുണ്ട്. പിന്നീട് കാണുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപർണിക ആ പാടെ പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. കിഷോറിനെ വിളിച്ചിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യുകയാണ് ചെയ്തത്. അവൻ എന്ത് തിരക്കായിരിക്കും, തന്നെക്കാളും കൂടുതൽ പ്രിയപ്പെട്ടതായിട്ട് അവൻ എന്തായിരിക്കും ഉള്ളത്. ഇന്നിങ്ങോട്ട് വരട്ടെ, രണ്ടെണ്ണം പറഞ്ഞിട്ടുള്ളതെന്ന് കരുതിയൊക്കെ അപർണിക ഇരിക്കുമായിരുന്നു. അങ്ങനെ രാത്രി ആയി കഴിഞ്ഞപ്പോഴത്തേനും കിഷോർ എത്തുവാണ്. കിഷോർ എത്തി കഴിഞ്ഞപ്പോഴത്തേനും അപർണിക മൈൻഡ് ചെയ്തിരിക്കുക. അപർണിയുടെ മോൻ കണ്ടപ്പോൾ എന്താ നിന്റെ മോൻ കടന്നൊരു കുത്തിയ പോലെ ഇരിക്കുന്നതെന്ന് ചോദിക്കുകയാണ്. ചോദിച്ചു, നിനക്ക് എന്താ കിച്ചു ഇത്ര വലിയ തിരക്ക്? നിന്നെ ഞാൻ വിളിച്ച എന്തിനാണെന്നറിയോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനായിട്ടാ. ആ കാര്യം കേൾക്കാനുള്ള മനസ്സ് പോലെ നിനക്ക് ഇല്ലാതായല്ലോ. നീ എന്തുതൊട്ടാ ഇങ്ങനെ ആയത്? പണ്ടിങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. എൻ്റെ പുറകെ നിന്ന് മാറില്ല, ഞാൻ എന്ത് പറഞ്ഞാലും അത് അനുസരിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെ അങ്ങനെയല്ല എന്ന് പറയാണ്. ഓഹോ, അപ്പം അതാണോ നിന്റെ പ്രശ്നം? അതെ, പണ്ടത്തെ പോലെ അല്ല ഇപ്പം. പണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബിസിനസ്സും ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. ഇപ്പോഴും അധ്വാനിച്ചാലേ ജീവിക്കാൻ പറ്റുള്ളൂ, അറിയാലോ. അതുകൊണ്ട് നിന്റെ ഈ കൊഞ്ചു കുഴയുന്ന വർത്താനം കേൾക്കാനൊന്നും എനിക്ക് സമയമില്ല. നീ കാര്യം എന്താന്ന് പറയാണ്. അവരിലേക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അവരുടെ പറഞ്ഞു, അതെ, എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാൻ താല്പര്യമില്ല. നീ നിന്റെ പാട് നോക്കി പോകാൻ പറയാണ്. അവർണിക്കാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടു. കാരണം കിഷോറിന്റെ ഈ സ്വഭാവം കണ്ടിപ്പോൾ അവർണികയെ സഹിച്ചില്ല. കിഷോർ പറഞ്ഞു, എനിക്ക് മനസ്സിലായടി, ഇപ്പം എൻ്റെ കയ്യിൽ അധികം പണമൊന്നുമില്ല. അതുപോലെ തന്നെ നിന്റെ കമ്പനി നഷ്ടപ്പെട്ടല്ലോ. അപ്പം നിനക്ക് എന്നോടുള്ള ദേഷ്യം, അതല്ല നീ ഇങ്ങനെയൊക്കെ സംസാരിക്കണമെന്ന് ചോദിച്ച് രണ്ടുപേരും കൂടെ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുവാണ്. അവരിലേക്ക് സങ്കടം വന്നു. ആശിച്ച് മോഹിച്ച് താൻ പ്രഗ്നൻ്റ് ആണെന്ന് കിഷോറിന് പറയണമെന്ന് ഓർത്തിരുന്ന എല്ലാ പ്രതീക്ഷകളും തകടം പറഞ്ഞു. അവർണിക മൈൻഡ് ചെയ്ത് അങ്ങോട്ട് പോയി കിടക്കുവാണ്. പിന്നീട് കിഷോർ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീജ അമ്മ അവിടെ ഉണ്ടായിരുന്നു. എന്താടാ മോനെ മുറിയിലൊരു ബഹളമൊക്കെ ഇട്ടെ, എന്താന്ന് ചോദിക്കുകയാണ്. അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കാൻ പറയണം. അല്ല മോനെ, അവളോട് ഈ സമയത്ത് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ശരിയാണെന്ന് ചോദിക്കണം. അതെന്താ ദേഷ്യപ്പെട്ടാല്? അവളൊന്നും അല്ലേലും ഒരു കുഞ്ഞിന്റെ അമ്മയാൻ പോവല്ലേന്ന് ചോദിക്കണം. കുഞ്ഞിന്റെ അമ്മയാ? നിങ്ങൾ എന്താ പറയണെന്ന് ചോദിക്കുകയാണ്. അതേടാ, അവള് പ്രഗ്നന്റാ, നിന്നോടൊന്നും പറഞ്ഞില്ലേന്ന് ചോദിക്കുകയാണ്. ഇല്ല പറഞ്ഞില്ല. ഓ, അപ്പം അതാണ് കാര്യങ്ങൾ. അപ്പോഴാണ് കിഷോറിന് അതിനെക്കുറിച്ച് ബോധ്യമാണ്. അപ്പം അത് പറയാനായിട്ടായിരിക്കും അവർണിക തന്നെ വിളിച്ചത്. ഇതിപ്പോൾ വലിയൊരു ബാധ്യത ആയാലോ. അവൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ അവളെ ഉപേക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അവളുടെ വയറ്റിലൊരു കുഞ്ഞും കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തനിക്ക് പിന്നീട് ബാധ്യമാകും, തൻ്റെ ജീവിതത്തെ ബാധിക്കും. അതിനു മുമ്പ് അവളെ എങ്ങനെയാലും സോപ്പിട്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. അങ്ങനെ കിഷോറിൻ്റെ മനസ്സിൽ ആ ദുഷ്ട ചിന്തകളൊക്കെ ഉണ്ടാവുകയാണ്. പിന്നീട് കാണിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹേഷിൻ്റെ അടുത്തേക്ക് ഗോവിന്ദ് ചെല്ലുവാണ്. ഗോവിന്ദിനെ കണ്ടു കഴിഞ്ഞാൽ മഹേഷ് കുറേ കാലമായാലോടെ കണ്ടിട്ട് എന്നാ ഉണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് ഗോവിന്ദ് വീട്ടിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയണം, വരുണിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പറഞ്ഞു, ഞാൻ നിന്നോട് മുമ്പും പറഞ്ഞിട്ടില്ലേ, ഗീതു നല്ലവളാണ്, അവൾ പറയുന്നത് നീ കുറെയെങ്കിലും അനുസരിക്കണം കേട്ടോ. അവളെക്കുറിച്ച് ഇപ്പോഴും നീ മനസ്സിലാക്കാഞ്ഞിട്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണേ. അവളെ ഞാൻ കുറഞ്ഞ കാലം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നൊക്കെ മഹേഷ് പറയുന്നുണ്ട്. അല്ല, നീ എന്ത് മനസ്സിലാക്കിയെന്നാ പറയണേ? എന്താളും നിന്നേക്കാളും കൂടുതലായിട്ട് എനിക്കറിയാം അവളെ. നിന്റെ നന്മയ്ക്ക് വേണ്ടി അവൾ അന്നും ഇന്നും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് തിരിച്ചറിയാതെ പോകുന്ന നീയാന്ന് പറയാണ്. ദേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ കുറ്റപ്പെടുത്തില്ല കേട്ടോ. നിനക്കറിയാലോ ഞാൻ എത്രമാത്രം അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്. പിന്നെ നീ എന്തിനാണ് എന്നോട് ഇങ്ങനെ തന്നെ പറയണേന്ന് ചോദിക്കുകയാണ്. എടാ, അതൊക്കെ എനിക്കറിയാം, പക്ഷെ എന്നാലും അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നീ അവളെ കുറച്ചുകൂടെ മനസ്സിലാക്കാൻ ശ്രമിക്കണമെന്നൊക്കെ പറയാണ്. അല്ല, നമുക്കൊന്ന് കമ്പനി കൂടിയാലോ, കുറേ കാലമായാലും നമ്മൾ തമ്മിൽ കൂട്ടെന്ന് ചോദിക്കുകയാണ്. അതൊന്നും വേണ്ടാന്നുണ്ട്. അതെന്താ? എടാ, അവളുടെ അടുത്തേക്ക് ഇന്ന് മദ്യപിച്ചിട്ട് ചെല്ലാൻ പറ്റില്ല. ഇന്ന് മദ്യപിച്ച് ചെന്നിട്ടുണ്ടെങ്കിൽ ആകെപ്പാടെ പ്രശ്നമാണെന്ന് പറയാം. എന്താ, അവൾക്കത് ഇഷ്ടമില്ലടാ. ഇന്ന് ഒരു ദിവസമെങ്കിലും ഒന്ന് മദ്യപിക്കാതെ ചെല്ലട്ടെ. അവളോട് പ്രത്യേകം പറഞ്ഞാൽ വിട്ടേക്കുന്നത്, ഇന്ന് മദ്യപിച്ച് 4 കാലം ചെല്ലലെന്ന്. ഓഹോ, അപ്പം നീ ശരിക്കും ഇപ്പോൾ ഒരു ഭർത്താവാൻ തീരുമാനിച്ചല്ലേ? ഓ, അങ്ങനെ നടക്കട്ടെ എന്ന് പറയാണ്. ഗോവിന്ദ് ഒരു ചെറിയ പുഞ്ചിരിയൊക്കെ പുഞ്ചിരിച്ച് നേരെ വീട്ടിലേക്ക് വരുവാണ്. അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇത് പ്രമോ വിശേഷം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ കേട്ടോ. അപ്പോൾ ഇതിന് ഒറിജിനൽ വിശേഷം വന്നു കഴിയുമ്പോഴത്തേനും ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇതിനകത്ത് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അതും കൂടി ഞാൻ വൈകുന്നേരത്തെ പ്രമോ പറയുമ്പോൾ അപ്ലോഡ് ചെയ്യാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.